ഹലോ ഫ്രണ്ട്സ്, ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവുലേഷൻ ദിവസത്തോടടുക്കുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗർഭധാരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയം നോക്കി ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നത് ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഗർഭധാരണം പ്ലാൻ ചെയ്യുന്നവരും അതുപോലെ ഓവുലേഷൻ ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തവരും വീഡിയോ മുഴുവനായി തന്നെ കാണുക കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഫെർട്ടിലിറ്റി ടിപ്സ് നിങ്ങൾക്ക് കിട്ടുവാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണുന്നതിനായി ബെല്ലൈക്കണിലുള്ള ഓൾ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ അഥവാ അണ്ടവിസർജനം നടക്കാറാകുമ്പോൾ സ്ത്രീകളുടെ ശരീരത്തിൽ കുറച്ചു ലക്ഷണങ്ങൾ മുൻകൂട്ടി കാണിച്ചു തുടങ്ങുന്നതാണ്. ഒരു റെഗുലർ പീരിയഡ് സൈക്കിൾ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, അതായത് എല്ലാ മാസവും കോൺസ്റ്റൻ്റ് ആയി നിങ്ങൾക്ക് 28 അല്ലെങ്കിൽ 30 ദിവസം കൂടുമ്പോഴാണ് നിങ്ങളുടെ ആർത്തവം കിട്ടുന്നത് എങ്കിൽ നിങ്ങളുടെ ഫെർട്ടൈൽ ഡേയ്സ് അല്ലെങ്കിൽ ഫെർട്ടൈൽ വിൻഡോ എന്ന് പറയുന്നത് ഏകദേശം പീരിയഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള 10 മുതൽ 18 ദിവസത്തിനിടയ്ക്കുള്ള ഈ ഒരു ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ശരീരത്തെ സ്വയം ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അതിനർത്ഥം നിങ്ങളുടെ ശരീരം ഓവുലേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ലക്ഷണം, പ്രകടമായിട്ട് നമുക്ക് കാണുന്ന ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് സെർവിക്കൽ മ്യൂക്കസിനുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിനുണ്ടാകുന്ന വ്യത്യാസം വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും നമ്മളിൽ ഓവുലേഷൻ നടക്കാറായോ എന്നുള്ളത്. കാരണം ഈ ഒരു സമയത്തെ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് പച്ചമുട്ടയുടെ വെള്ള പോലത്തെ, അതുപോലെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള വഴുവഴുപ്പോട് കൂടിയിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള എഗ് വൈറ്റ് ഡിസ്ചാർജ് ആയിരിക്കും. ഈ ഒരു ഡിസ്ചാർജ് നിങ്ങൾക്ക് ഈ ഒരു ടൈം, അതായത് ഓവുലേഷൻ സമയത്ത് മാത്രം ഉണ്ടാകുന്ന ഡിസ്ചാർജ് ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് ഓവുലേഷൻ ആയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അതുപോലെ ഓവുലേഷൻ ദിവസം ഈ ഒരു സെർവിക്കൽ മ്യൂക്കസിന് കുറച്ച് ക്വാണ്ടിറ്റിയും കൂടുതലായിരിക്കും. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ഓവുലേഷനോടനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള വയറിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഉണ്ടാകുന്ന ചെറിയൊരു കൊളുത്തിപ്പിടുത്തം പോലുള്ള ഒരു പ്രത്യേകതരം വയറുവേദനയാണ്. ഈ ഒരു ലക്ഷണം ഒട്ടുമിക്ക എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് സ്ത്രീകളിൽ കാണുന്ന ബ്രസ്റ്റിനുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ഈ ഒരു സമയത്ത് ബ്രസ്റ്റ് ഒന്ന് എൻലാർജ് ആയതുപോലെ തോന്നുക, അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള പെയിൻ ഉണ്ടാവുക. ഇതെല്ലാം ഈ ഒരു ഓവുലേഷൻ അടുക്കാറായതിൻ്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ ഓവുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. അടുത്തൊരു ലക്ഷണമാണ് ചില സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ള ബാക്ക് പെയിൻ. മറ്റൊരു ലക്ഷണമാണ് ബോഡി ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. സ്ത്രീകളുടെ ശരീരത്തിൽ ഈ ഒരു സമയത്ത് നോർമലി ഉള്ള ശരീര താപനിലയെക്കാളും കുറച്ച് കൂടുതലായിരിക്കും ഓവുലേഷൻ നടക്കാറാകുമ്പോൾ. പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഓവുലേഷൻ ബ്ലീഡിങ് അല്ലെങ്കിൽ ഓവുലേഷൻ സ്പോട്ടിംഗ് ആണ്. ഈ ഒരു സമയത്ത് ചില സ്ത്രീകളിൽ, അതായത് വളരെ ചുരുക്കം സ്ത്രീകളിൽ 1-2 ഡ്രോപ്സ് ബ്ലീഡിങ് അല്ലെങ്കിൽ സ്പോട്ടിങ് പോലെയെല്ലാം ചില സ്ത്രീകളിൽ മാത്രം കാണാറുണ്ട്. അടുത്തൊരു ലക്ഷണമാണ് ഈ ഒരു ദിവസത്തിനോട് അടുക്കുമ്പോൾ മൈൽഡായിട്ട് ഉണ്ടാകുന്ന തലവേദന. ഇതും വളരെ ചുരുക്കം സ്ത്രീകളിൽ മാത്രം കാണുന്ന ഒരു ലക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് കോമൺ ആയിട്ട് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓവുലേഷൻ സമയത്തോടടുക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഒരാൾക്ക് കാണണമെന്നൊന്നും നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല, അതുപോലെ കാണണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതൊന്ന് സ്വയം ഒന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് ഇതുപോലെ ഫെർട്ടൈൽ വിൻഡോയിൽ നിങ്ങളൊരു ഗർഭധാരണം ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫെർട്ടൈൽ വിൻഡോയിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഓവുലേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കാത്തവർക്ക് 2 മാസമെങ്കിലും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഒന്ന് സ്വയം വീക്ഷിക്കുക. പ്രത്യേകിച്ചും നമ്മളുടെ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സ്വയമായിട്ടൊന്ന് നിരീക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ സമയം, അതായത് ഞാനൊരു ഫെർട്ടൈൽ വിൻഡോയുടെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു സമയം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യം സ്വയം മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ ഓവുലേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ടും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ കിറ്റ് പോലുള്ളവയുടെ സഹായം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എങ്കിൽ
ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.